ഹേയ് അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പോവാണ്. സോ അതിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ഈ പാക്കറ്റ് തന്നെ വാങ്ങുമ്പോഴത്തേക്ക് അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഞാനും സിസ്റ്ററും കൂടെയാണ് ഇത് ചെയ്യുന്നത്. ഹലോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ചേച്ചി പറഞ്ഞ പോലെ ആ പാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ആഡ് ചെയ്ത ബട്ടർ, മിൽക്ക്, പിന്നെ 2 eggs ആണ്. അപ്പോൾ നമ്മുടെ ഈ പാക്കറ്റിൽ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താ വെച്ചാൽ വെള്ളം ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾ അതിന് പകരം പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്, തിളപ്പിച്ച് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള പാല്. കാരണം ആ സ്പോഞ്ചിന് കുറച്ചും കൂടി ടെക്സ്ചറും സ്മൂത്തും ആക്കാൻ വേണ്ടിയിട്ടാണ് പാൽ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ 2 eggs. പിന്നെ ബട്ടറാണ് നമ്മളിപ്പം നമ്മൾ ഈ മെഷർമെൻറ്റ് കപ്പ് ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് അനുസരിച്ചാണ് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ ബേക്കിംഗ് ട്രേയിൽ ബട്ടറാണ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അത് നന്നായിട്ട് ഫ്ലഫി ആവാനും അതിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ബാറ്റർ ഇതിലോട്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയാണ്, പിന്നെ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിലും ഓവനിലും നല്ല ചെയ്യുന്ന നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ ഉപ്പ് വിതറി മൂടി വെച്ചു, പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ട്രേ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് സ്മൂത്ത് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കമഴ്ത്തിയെടുത്ത് അടിപൊളിയായിട്ടുള്ള കേക്ക്. ഓക്കെ, അപ്പോൾ ഈ ബേക്ക് ചെയ്യാൻ വെച്ചിരുന്ന ടൈമിൽ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനുള്ള ബൗളും വിസ്കും കൂടെ നമ്മൾ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മെഷ് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കൈ വെച്ചാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇനി നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ലെയറായിട്ടൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഇടയിൽ ആ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ലെയർ ചെയ്ത് കൊടുത്ത് ഫുള്ളൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ അധികം വരയ്ക്കാനെന്നുള്ളൊരു കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കറിയുന്ന പോലെയൊക്കെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ടൂൾസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്തെടുക്കാം. അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിക്ക് എടുക്കാം. പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ലാസ്റ്റ് എന്തൊക്കെയൊക്കെ ചെയ്തൊരു ഫൈനൽ ലുക്ക്.